ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ ഈ TV പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നിരവധി തകർച്ചകളും നിരവധി പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൽ, ദൈവത്തിൻ്റെ മഹാകരുണയിൽ തമ്പുരാൻ നമ്മെ കാത്ത് പരിപാലിച്ചു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ഈ TV പ്രോഗ്രാം ശ്രദ്ധിക്കാം. ദൈവം വിശ്വസ്തനെന്ന ഈ TV പ്രോഗ്രാം നമുക്ക് ശ്രദ്ധിക്കാം. നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുകയാണ്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് നമ്മൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന വാക്ക്. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇന്ന് രാവിലെ നീ കൊണ്ടുവന്ന വിഷയത്തിനകത്ത് പ്രതിക്രിയകൾ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രതിക്രിയകൾ വെളിപ്പെടാൻ തുടങ്ങുക. ഉറപ്പുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം പറഞ്ഞു. നീ കൊണ്ടുവന്ന വിഷയത്തിന് എത്ര കടുങ്കെട്ട് വീണതാണെങ്കിലും ഇന്ന് രാവിലത്തെ ആരാധന തീരുന്നതിന് മുൻപ് നിന്റെ വിഷയത്തിനകത്ത് വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുന്നൊരു ദൈവമുണ്ട്. വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആത്മാർത്ഥതയുള്ള ദൈവമക്കളുണ്ടെങ്കിൽ, വിശ്വാസമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ കൈയടിച്ചും രാവിലെ ഏറ്റെടുത്ത് തുടങ്ങിക്കോ. നിന്റെ വിഷയത്തിനകത്ത് വേഗത്തിൽ പ്രതിക്രിയ വരാൻ തുടങ്ങുക. നിസ്സാരമായിട്ട് പ്രതിക്രിയ വരുമെന്നല്ല. ഇന്ന് രാവിലെ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് നിന്റെ വിഷയത്തിന് പ്രതിക്രിയ വരാൻ തുടങ്ങുക. അത് ഡോക്ടർ ഏറ്റെടുക്കുമെന്നല്ല, അത് മന്ത്രവാദി ഏറ്റെടുക്കുമെന്നല്ല, അത് ആഭിചാരകൻ ഏറ്റെടുക്കുമെന്നല്ല. ഇന്ന് രാവിലെ മഹാദൈവം നിന്റെ വിഷയം ഏറ്റെടുക്കാൻ പോയ അവന്റെ തൃക്കൈ കൊണ്ട് ഈ പ്രപഞ്ചത്തെ ചമച്ച ദൈവം നിന്റെ വിഷയം ഏറ്റെടുക്കാൻ പോയ. അത് കടഭാരമാണെങ്കിൽ, അത് തകർച്ചയാണെങ്കിൽ, അത് രോഗമാണെങ്കിൽ, അത് നിന്ദയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവം ഏറ്റെടുക്കുക. ഉറപ്പുള്ള ദൈവമക്കൾ കൈയടിച്ച് അന്യഭാഷകളിൽ സ്തോത്രം ചെയ്തേ. അത് പ്രതിസന്ധിയാണെങ്കിലും, അത് തകർച്ചയാണെങ്കിലും, അത് നിന്ദയാണെങ്കിലും ഇന്ന് രാവിലെ ഒരു പ്രതിക്രിയ വരാൻ പോകുക. എന്ത് പ്രശ്നം എന്റെ ദൈവത്തിന് വിഷയമല്ല. ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രതിക്രിയ വെളിപ്പെടാൻ പോകുക. ഇവിടുന്ന് പ്രാർത്ഥന ഉയരത്തിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ താഴേക്ക് ഇറങ്ങി വന്ന് ചില വിഷയത്തിന്റെ കടുങ്കെട്ടുകൾ അഴിക്കാൻ പോകുക. നിന്റെ വിഷയം എത്ര കടുങ്കെട്ട് വീണതാണെങ്കിലും, നിന്റെ വിഷയം എത്ര പഴക്കമുള്ളതാണെങ്കിലും, നിന്റെ വിഷയം എത്ര തകർന്നു പോയതാണെങ്കിലും ഇന്ന് രാവിലെ പേടിക്കണ്ട. പ്രതിക്രിയ നടത്താൻ കരുത്തുള്ള, പ്രതിക്രിയ നടത്താൻ കഴിവുള്ള, പ്രതിക്രിയ ചെയ്യാൻ ശക്തിയുള്ള, കിഡ്നി ഫെയിലായ വിഷയത്തിന് പ്രതിക്രിയ വരും. തകർച്ച നടന്ന വിഷയത്തിന് പ്രതിക്രിയ വരും. ക്യാൻസർ ഉള്ള വിഷയത്തിന് പ്രതിക്രിയ വരും. പ്രതിബന്ധമുള്ള വിഷയത്തിന് പ്രതിക്രിയ വരും. ഉറപ്പുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്തു. ഡിപ്രഷനുള്ള വിഷയത്തിന് ഇന്ന് രാവിലെ പ്രതിക്രിയ വരും. ഈ രാവിലെ ദൈവത്തിന്റെ പ്രതിക്രിയ, ഈ രാവിലെ ദൈവത്തിന്റെ പ്രതിക്രിയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞ കർത്താവ് ആരംഭിക്കുന്നത്. ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കോറിയിടുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്നുവരെ പ്രാർത്ഥനയിൽ മടുക്കാത്ത ആരുമില്ല. മടുത്തിട്ടുണ്ട്, സത്യല്ലേ? പ്രാർത്ഥിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി ഇല്ലെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ദൂത് പറയാം, മടുക്കണ്ട, മറുപടി ഉണ്ട്. കരയണ്ട, മറുപടി ഉണ്ട്.
എന്താ നിന്റെ വിഷയം എടുക്കാത്ത? ഇന്ന് രാവിലെ നിന്റെ ഫയല് സ്വർഗത്തിൽ എടുക്കാൻ പോവാ. ദൂതന്മാർ നിന്റെ പേരെഴുതിയ ഫയലുമായി സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ പോവുക. നിന്റെ കുടുംബത്തിന്റെ പേരെഴുതിയ ഫയലുമായി ദൈവത്തിന്റെ. തമ്പുരാന് നിന്റെ വിഷയം എവിടാന്ന് പ്രശ്നമല്ല. അത് കൊട്ടാരക്കര ആയിക്കോട്ടെ, കൊയിലാണ്ടിയിലായിക്കോട്ടെ, സിംഗപ്പൂരിലായിക്കോട്ടെ, എറണാകുളത്തായിക്കോട്ടെ, ബാംഗ്ലൂരിലായിക്കോട്ടെ, എവിടാന്ന് വിഷയമല്ല. അങ്ങ് അബുദാബിയിലോ അന്റാർട്ടിക്കയിലോ എവിടെയാണേലോ ആയിക്കോട്ടെ, ഇന്ന് രാവിലെ അതിന് പ്രതിക്രിയ നടക്കാൻ പോവാ. ഈ പ്രതിക്രിയ നടക്കുന്നത് ദൈവത്തിന്റെ കരം ചലിക്കും. ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞേ. മനുഷ്യന്റെ കരം ചലിക്കുന്ന പോലല്ല ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. നീ വിചാരിക്കുന്ന സംരക്ഷണമില്ലാത്ത ആളാ നീയെന്ന നിനക്ക് തെറ്റിപ്പോയല്ല. നിനക്ക് സംരക്ഷണം തരുന്ന കോടതിയല്ല, നമുക്ക് സംരക്ഷണം തരുന്ന ഉയരത്തിന്ന്. നിന്നെ കണ്ടില്ലെന്ന് വെക്കത്തില്ല ദൈവം, നിന്നെ അറിഞ്ഞില്ലെന്ന് വെക്കത്തില്ല ദൈവം. ഒന്ന് കരമുയർത്തി ആമേൻ പറഞ്ഞേ. ഇന്ന് രാവിലത്തെ യോഗത്തിന് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവാ. ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. ചില കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രതിക്രിയ നടത്താൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കടുങ്കട്ടു വീണ നിന്റെ വിഷയത്തിന് പ്രതിക്രിയ നടത്താൻ. ഡോക്ടർമാരെ നോക്കിയിട്ട് പറ്റിയിട്ടില്ലായിരിക്കും, പക്ഷെ ഇന്ന് രാവിലെ യേശു നിന്റെ വിഷയത്തിന് പ്രതിക്രിയ നടത്താൻ പോവാ. എന്ന് നടക്കും പ്രതിക്രിയ? ഇന്ന് രാവിലെ പ്രതിക്രിയ നടക്കും. ദൈവമക്കളെ, നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്, നിന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യാൻ കരുത്തുള്ളൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ തുടരുക. മടുത്തു പോകരുത് പ്രാർത്ഥിക്കാൻ. നമ്മൾ മടുത്തു പോയി അല്ലേ? മടുത്തു പോയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിച്ച പോലൊന്നും നടന്നില്ല. അന്നേരമാണ് നമ്മൾ മടുക്കുന്നത്. ദൈവം വിചാരിക്കുന്ന പോലെ അങ്ങ് പോയാലോ? അങ്ങനെ പോകാനായി നമ്മൾ വിചാരിക്കുന്നേ. തമ്പുരാൻ എന്നോ വിചാരിക്കുന്നേ അതുപോലെ അങ്ങ് പോകാൻ പോവാ. ദൈവം നിന്നെക്കുറിച്ച് വിചാരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണം തിന്മയ്ക്ക് വേണ്ടിയല്ല, അത് നന്മയ്ക്ക് വേണ്ടിയാ. അങ്ങനെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഈശോ മശിഹ പറഞ്ഞു, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൻ ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് അവൾ പറഞ്ഞു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണം. അവിടുത്തെ വാക്യം ഞാൻ പുസ്തകം വായിച്ച് കേൾപ്പിക്കുക. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. വായിക്ക്, ആ വാക്യം വായിക്ക്. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് സംഭവമില്ലെന്നാണോ? അല്ല, മനസ്സില്ല. എന്തോ ഇല്ല. ഇന്ന് രാവിലെ നിനക്ക് വിടുതലെടുത്തു തരാൻ ദൈവത്തിന് മനസ്സ് വരും. മനസ്സ് വരുത്തണ എന്നാ ചെയ്യണം? നീ ദൈവത്തെ ആരാധിക്കണം. മനസ്സ് വരണമെങ്കിൽ നീ എന്നാ ചെയ്യണം? ദൈവം പറയുന്ന പോലെ ജീവിക്കാൻ തയ്യാറാകണം. ഇന്ന് രാവിലെ ഇതിനകത്തിരുന്നൊരു തീരുമാനമെടുത്ത് ശക്തിയോടെ പ്രാർത്ഥിച്ചോ, തമ്പുരാനെ അങ്ങേ ഞാൻ ആരാധിക്കാൻ പോവാ, അങ്ങേ ഞാൻ ശക്തിയോടെ സ്തോത്രം ചെയ്യാൻ തുടങ്ങുക. സഹോദരങ്ങളെ, കൈയടിക്കാൻ പറ്റുന്നവരൊന്ന് കൈയടിച്ച്, അന്യഭാഷ ഉള്ളവരൊന്ന് അന്യഭാഷ പറഞ്ഞ് നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കട്ടെ. നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കട്ടെ. കയീനും ഹാബേലും കൂടെ ഒരു ദിവസം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നു. ആരൊക്കെയാ? ആദ്യ മാതാപിതാക്കളുടെ മക്കൾ രണ്ടുപേരും കൂടെ ആരാധിക്കാൻ വന്നു. ഒരാളുടെ കയ്യിൽ ആടുണ്ട്, ഒരാളുടെ കയ്യിൽ കാച്ചിലും ചേനയും ചേമ്പും പാവയ്ക്കായും ഒക്കെ ഉണ്ട്. ആരാധിക്കാൻ വരിക. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പം ഒരാളുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. ഒന്ന്, പ്രസാദിക്കേണ്ടത് നിന്നിൽ. രണ്ട്, പ്രസാദിക്കേണ്ടത് നിന്റെ വഴിപാടിൽ.
നിന്നിൽ പ്രസാദിച്ച നിന്റെ വഴിപാടി പ്രസാദിക്കും. ഒരു ദൂതും കൂടെ ആത്മാവി പറയാം. ഇന്ന് രാവിലെ ഹൃദയം പൊട്ടിയാണ് ഇവിടെ വന്നതെങ്കിലും പേടിക്കണ്ട. നീ അവനെ ആരാധിച്ചോ, നീ അവനെ സ്തുതിച്ചോ. നിന്റെ ആരാധന തീരുമ്പോ നിന്നിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആരാധന അവസാനിക്കുമ്പോ നിന്റെ വിഷയത്തിൽ പ്രതിക്രിയ നടത്താൻ എഴുന്നള്ളി വരുന്നൊരു ദൈവമുണ്ട്. ആരാധനയിൽ പ്രസാദിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ആരാധന തീരുമ്പോൾ അറിയാം. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി. ഹാബേലിന്റെ മുഖം പ്രകാശിച്ചു, കയ്യിന്റെ മുഖം വാടി. ദൈവം പ്രസാദിക്കുന്നതിൻ്റെ അടയാളം മുഖത്തൊരു പ്രസാദം. ചിലർക്ക് മുഖപ്രസാദമില്ല. ഒന്ന് ചിരിക്കണം, ഒന്ന് സന്തോഷത്തോടെ ചിരിക്കണം. എന്ന് വെച്ചാൽ ദൈവം നിന്നെ പ്രസാദിക്കുന്നുണ്ട്, സന്തോഷിക്കും. പ്രശ്നമൊക്കെ അവിടെ കടന്നോട്ട്, കടമൊക്കെ അവിടെ കടന്നോട്ട്, കോടികളുടെ കട അവിടെ കടന്നോട്ട്, നിന്നെ തൊടത്തില്ല. നിന്റെ കുടുംബത്തിൽ പ്രതിക്രിയ വരുമെന്ന് ദൂത് ഞാൻ പറഞ്ഞ നീ പ്രവചനത്തെ കയറി ചാടി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മേലുള്ള പ്രവചനം നിറവേറും, എൻ്റെ മേലുള്ള വാഗ്ദത്തം നിറവേറും, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവർത്തികൾ ഉണ്ടായി വരും. ഇന്ന് രാവിലെ ചില രോഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഞാൻ കാണുന്നല്ലോ, ചില പ്രതിസന്ധികൾ ഇറങ്ങിപ്പോകുന്ന ഞാൻ കാണുന്നല്ലോ, ചില വിഷയത്തിനകത്തെ കടുംകെട്ടുകൾ ഇന്ന് രാവിലെ പൊട്ടിമാറുന്ന ഒരു വെളിപ്പാട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരിക. ഞാൻ കാണുന്ന വെളിപ്പാട് ഇങ്ങനെയാ. ചില കുടുംബങ്ങൾ ഇന്ന് രാവിലെ കൈകൾ കൊട്ട വിട്ട ഒഴിയുന്നത് പോലെ, കൈകൾ കൊട്ട വിട്ട ഒഴിയുന്നത് പോലെ ഈ ആരാധന തീരുന്നതിന് മുൻപ് നിന്റെ കൈകൾ കൊട്ട വിട്ട് ഒഴിയാൻ തുടങ്ങുക. ഉറപ്പുള്ള മക്കളൊന്ന് കൈയടിച്ച് ആത്മാവിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഇവിടുത്തെ ന്യായാധിപൻ അനീതിയുള്ളയാളാണ്, അനീതിയുള്ളയാളാ. നമ്മുടെ ന്യായാധിപന്റെ പ്രത്യേകത നീതിയുള്ള ദൈവമാണ്, നീതിയുള്ള ദൈവമാണ്. അനീതിയുള്ളയാൾ പരിഹരിക്കാൻ വേണ്ടി വിഷയം ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു വിധവ അവളെ അസഹ്യപ്പെടുത്തുകൊണ്ട്, വിധവ അവളെ അസഹ്യപ്പെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്ത് അടിച്ചു കളയും. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ പേടിയില്ലെങ്കിലും മനുഷ്യനെ ശങ്കയില്ലെങ്കിലും ഞാൻ അവളുടെ വിഷയത്തിന് പരിഹാരം കൊടുക്കാൻ പോകുകയാ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപൻ പറഞ്ഞു, ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവനായാലും, ദീർഘക്ഷമ ഉള്ളവൻ ആയാലും. എന്തുവാ വിഷയത്തിൻ്റെ ദൂതിൻ്റെ അർത്ഥമെന്നറിയാം? നിന്റെ വിഷയം കുഴിച്ചിട്ടിട്ട് വിതച്ചിട്ട് ദൈവം കാത്തിരിക്കുക ദീർഘക്ഷമയോടെ. ഒരാമീൻ പറഞ്ഞോ? നീ ടെസ്റ്റ് എഴുതിയിട്ട് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന പോലെ തമ്പുരാൻ വെയിറ്റ് ചെയ്യുക നിന്റെ വിഷയത്തിന് മറുപടി തരാൻ. ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും, ദൈവത്തിനപ്പം അറിയത്തില്ലയോ എന്തുവാ മറുപടി എന്ന്? ദൈവത്തിനറിയാം. നീ ക്ഷമയോടൊന്ന് കാത്തിരിക്കുക. ശത്രുക്കൾ കാണുക അവൻ നിനക്ക് മേശ ഒരുക്കാൻ പോവാ, നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോവാ. ഒന്ന് ഉറപ്പുള്ളവരെ ആമേൻ പറഞ്ഞോ. ഇന്ന് രാവിലെ നീ എവിടൊക്കെ തല കുനിച്ചു പോയോ അവിടെ എല്ലാം ദൈവം നിന്നെ ഉയർത്താൻ പോയാ. ചൂടമാന ഹടഘടക സംഭവാന ഔഡപ്രവാന ഹൽക്കമനഗസിയ. പല വിഷയത്തിലും തലകുനിച്ച പല കുടുംബങ്ങളും തല ഉയർത്താൻ പോകയാ. ഉറപ്പുള്ളവര് ശക്തിയോട് ആമീൻ പറഞ്ഞു. നീ ഏതൊക്കെ വിഷയത്തിൽ തലകുനിച്ചോ ആ വിഷയത്തിലല്ല നീ തല ഉയർത്തി പിടിക്കാൻ പോയാ. ഏതൊക്കെ വിഷയത്തിൽ നീ നിന്ദിക്കപ്പെട്ടോ, ഏതൊക്കെ വിഷയത്തിൽ നീ അപമാനിക്കപ്പെട്ടോ, ഇനി തല ഉയർത്തത്തില്ലെന്ന്, ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന്, ഇനിയും മുന്നോട്ട് പോകത്തില്ലെന്ന്
ഏതൊക്കെ വിഷയത്തിന് നീ തല ഉയർത്തത്തില്ലെന്ന് പിശാച് നിന്നോട് പറഞ്ഞു, ആ വിഷയത്തിലൊക്കെ നീ തല ഉയർത്താൻ പോകുകയാ. ചോദ്യം എന്ന് തല ഉയർത്തുവന്ന ഇന്ന് രാവിലെ നീ തല ഉയർത്തി പിടിക്കാൻ പോകുകയാ. ശത്രുക്കളുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. നിന്റെ കുടുംബം അപമാനിക്കപ്പെടുമെന്ന്, നിന്റെ വീട് തകർക്കപ്പെടുമെന്ന്, നീ രക്ഷപ്പെടത്തില്ലെന്ന് കള്ള പിശാച് നിന്നോട് പറഞ്ഞു. അന്യഭാഷ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ അന്യഭാഷകളിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ രാവിലെ നിനക്കൊരു വിടുതൽ വരാൻ. പ്രതിക്രിയ എന്ന വാക്ക് ഞാനൊന്ന് വിവക്ഷിക്കാൻ തുടങ്ങുക. എന്നെ 2 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രതിക്രിയ എന്ന വാക്ക് ഞാനൊന്ന് വിവക്ഷിക്കാൻ തുടങ്ങുക. എന്താ പ്രതിക്രിയ എന്ന വാക്കിന്റെ അർത്ഥം? നിങ്ങളുടെ രോഗം ഡോക്ടറിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യും. നിങ്ങളുടെ വിഷയം മന്ത്രവാദിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ മന്ത്രവാദി ആഭിചാരത്തിന്റെ ക്രിയ ചെയ്യും. നിങ്ങളുടെ വിഷയം യേശുവിന്റെ കയ്യിൽ കൊടുത്താൽ അവൻ പ്രതിക്രിയ ചെയ്യും. പ്രതിക്രിയക്ക് ഓപ്പറേഷൻ തിയേറ്റർ വേണ്ട, പ്രതിക്രിയക്ക് അസംസ്കൃത വസ്തുക്കൾ വേണ്ട, പ്രതിക്രിയക്ക് ഒന്നും വേണ്ട. പ്രതിക്രിയക്ക് വേണ്ടത് വിശ്വസിക്കുന്ന മനസ്സും ആരാധിക്കാനുള്ള ആർജവം മതി. വിശ്വസിച്ച് 2 കൈയും അടിച്ച് ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ വിഷയത്തിൽ പ്രതിക്രിയ വീഴും. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. വായിച്ച ആ വാക്ക്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരയണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന്. ഒരു മിനിറ്റ് തന്നെ കേട്ടോ. വായ്പ വാങ്ങിക്കാൻ പോയതാ, കാശല്ല, അപ്പം. എത്ര അപ്പം വേണം? 3 അപ്പം. ആർക്ക് വേണ്ടിയായി അപ്പം ചോദിച്ചുകൊണ്ട് ചെല്ലുന്നേ? ഒരു സ്നേഹിതന് വേണ്ടി. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു സ്നേഹിതന് 3 അപ്പമാണ് കഴിക്കുന്നേ. ഇവൻ്റെ കയ്യിൽ അപ്പം ഉണ്ടോ? ഇല്ല, ഉള്ളത് തീർന്നുപോയി. മറ്റൊരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് രാത്രി കതകി മുട്ടി, അർദ്ധരാത്രിയില്ല, കതകി മുട്ടിട്ട് പറഞ്ഞു, സ്നേഹിത, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇന്ന് രാവിലെ കയ്യിൽ ഒന്നും ഇല്ലാതാന്നോ വന്നേ? പേടിക്കണ്ട, തരാൻ പറ്റുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു സ്നേഹിതൻ. ഒന്ന് ആമീൻ പറഞ്ഞോ. ജോലി ഇല്ലാതാന്നോ വന്നേ? ഈ മുട്ടുന്ന കതകിനകത്ത് നിനക്കുള്ള ജോലിയുണ്ട്. നീ തകർന്നു കരയുന്ന കതകിനകത്ത് നിനക്കുള്ള അത്ഭുതമുണ്ട്. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും കേട്ടോ. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഒരത്ഭുതത്തിന്റെ വാതിൽ തുറക്കും കേട്ടോ. ചോദിച്ച വിഷയം കൈ കിട്ടുന്നിടം വരെ നിൽക്കണം. ഒരാമയും പറഞ്ഞു. ചോദിച്ച വിഷയം എന്ന് കൈ കിട്ടും? ഇന്ന് കൈ കിട്ടും. നല്ലൊരാമയും പറഞ്ഞു. നീ മുട്ടിയിട്ട് വേറെ എങ്ങും മുട്ടണ്ട, നിനക്ക് മറുപടി ഉണ്ട്, നിനക്ക് മറുപടി ഉണ്ട്, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സുജ, ഞാൻ മൈലപ്രായിൽ നിന്ന് വരുന്നു. ഷുഗർ എനിക്കൊരു 16 വർഷമായിട്ടുള്ള കാരണം വലത് കണ്ണിന് തീരെ കാഴ്ചയില്ല. ദൂരെ നിന്ന് ഒരാൾ നടന്നു വന്നാൽ എനിക്കത് ആരാന്ന് അറിയത്തില്ല, അടുത്ത് വന്നാലേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല, രാവിലെ പേപ്പർ വായിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്നേരം. ഞാൻ പോയി കണ്ണാടി വെച്ചു. കണ്ണാടി വെച്ച് കഴിഞ്ഞ് വെക്കുമ്പോഴും എനിക്കൊരു മൂടലായിരുന്നു, കാണത്തില്ല ശരിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞു മരുന്നൊഴിച്ച് കണ്ണ് വികസിപ്പിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം. ഞാൻ അങ്ങനെ പത്തനംതിട്ട ആശുപത്രി ചെന്നു. അവരെൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് മരുന്നൊഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു കണ്ണിൻ്റെ ലെൻസ് മാറ്റി വെക്കണം, ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പാസ്റ്ററെ കയറി കണ്ടപ്പം പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി, മാറും. നല്ല വിധമായിട്ട് ഇപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റും.
അതുപോലെ ശരീരത്തിന് എനിക്ക് ഈ ഷുഗർ കാരണം പല പ്രയാസങ്ങളും. എനിക്ക് ഈ 5 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും നടുവിൻ്റെ 2 സൈഡിലും വേദനയായിട്ട് ഞാൻ ഇങ്ങനെ അനങ്ങുകയും ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പക്ഷേ ഇവിടെ ഈ 2 യോഗം വന്നു കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ ശരീരത്തിന് ഒരു പൂർണ്ണമായ സൗഖ്യം കിട്ടി. എനിക്ക് ഇരിക്കാൻ പറ്റും ശരിക്കും. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ മോള് 10ാം ക്ലാസ്സിലായിരുന്നു കഴിഞ്ഞ വർഷം. ഞങ്ങൾ പാസ്റ്ററിൻ്റെ അടുത്ത് ജനുവരിയിലാണ് വരുന്നത്. അപ്പോഴത്തേനും അവധിയായി. അപ്പം ഈ പുസ്തകം എടുത്ത് തുറന്ന് വെച്ച് കഴിയുമ്പോൾ ഇവൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കിടന്ന് ഉറക്കമായി. പകലും രാത്രിയിലും പഠിക്കത്തില്ല. ഞാൻ കിടന്ന് വിളിക്കും, പഠിക്കടി, നല്ല മാർക്ക് വാങ്ങിച്ചാലല്ല ജയിക്കത്തുള്ളൂ, പഠിക്കാൻ പറയും. അപ്പോഴൊന്നും പഠിക്കത്തില്ല. അവൾ പഠിക്കാൻ വേണ്ടി പുസ്തകം എടുക്കും, ഇരിക്കും, പക്ഷേ ഉറങ്ങി പുസ്തകത്തിൽ വീഴുക. ഞാനത് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോഴേ ഇവിടെ കൊടുത്ത എല്ലാ കുഞ്ഞുങ്ങളുടെയും ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ട് എല്ലാം വെച്ച് ഇവിടെ പ്രാർത്ഥിക്കും. ഞങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പരീക്ഷ എഴുതി. മോൾ 10ാം ക്ലാസ്സിൽ 8 A+, 2 Aയും മേടിച്ച് ജയിക്കാൻ പറ്റി. എനിക്ക് ഒരിക്കലും വിശ്വാസമില്ലായിരുന്നു അവൾക്ക് അത്രയും, കാരണം അവൾ പഠിക്കുന്നത് ഒന്നാമത് കുഞ്ഞിനൊരു പ്രോബ്ലം ഉള്ളതായിരുന്നു നേരത്തെ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അവൾ നല്ലതായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി 2 മാർക്കിനാണ് ആ 2 A+, ഓരോ മാർക്കിന് അവൾക്ക് പോയത് എ ആയത്. അത് എനിക്ക് പാസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ടാണ് അത്രയും ഈ മോക്കും ജയിക്കാൻ പറ്റും. കുടുംബമായിട്ട് ഞങ്ങൾക്ക് ദൈവത്തെ അറിയാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും ദൈവയുടെയൊക്കെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഈ മോള് ജനിച്ചപ്പോൾ അവൾക്ക് ജന്മന ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് IQ കുറവാന്ന് ഡോക്ടർമാർ പറഞ്ഞ. പക്ഷെ കർത്താവ് ജ്ഞാനം കൊടുക്കുന്ന ദൈവം. ഒന്ന് കരമുയർത്തി ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞു. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച നിന്റെ തല കുനിയാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തെ സേവിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. കണ്ണിന് കാഴ്ചയില്ല, വലത് കണ്ണിന് കാഴ്ചയില്ല, ലെൻസ് മാറ്റി വെക്കണമെന്ന് ഓപ്പറേഷൻ. കണ്ണിന്റെ ലെൻസ് മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ. കർത്താവ് മാറ്റി വെച്ചോ. ഞാനിപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കണ്ണാടി ഉള്ള ഒരു കണ്ണാടിയൊക്കെ ഊരിക്കോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണി കൈവച്ചോ. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ തുടങ്ങുക. ദൈവം സൗഖ്യമാക്കുന്നത് ഒരു വ്യക്തിയല്ല. ഈ മീഡിയയിലൂടെ ഞങ്ങളെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കാൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ നിമിഷം അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. കണ്ണിന് കാഴ്ച തിരിച്ചു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ പറയുക, കാഴ്ച തിരിച്ചു വരട്ടെ. ഈ TV പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് യേശു ഈ സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. രോഗികളായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. വീട് ജപ്തി ചെയ്യാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിരവധി കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കും. തലമുറയെക്കുറിച്ച് സങ്കടപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യാൻ തുടങ്ങുക. ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ഏത് ജാതിയുമാകാം, ഏത് മതവുമാകാം, ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുമാകാം, ഒരു പക്ഷെ വിശ്വസിക്കാത്ത ആളുമാകാം. ഒരു നിമിഷം പരീക്ഷണാർത്ഥം ഒന്ന് പ്രാർത്ഥിക്കുക. അത് യേശുവിൻ്റെ സ്വഭാവമാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകാൻ പോകുക. കിടക്കുന്ന കിടപ്പിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. ചെവി കൂടെ പഴുപ്പ് വരുന്ന ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുക. ഞാൻ കാണുന്നുണ്ട് ഹാർട്ടിന്റെ ബ്ലോക്കുകൾ ഇപ്പോൾ മാറിപ്പോകുക. യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരം ഓരോ വ്യക്തികളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാ. കണ്ണുകൾ അടച്ചാട്ടെ. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ TV പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളായി ഭാരപ്പെട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. സൗഖ്യമാകട്ടെ കർത്താവെ. മുടി കൊടിയുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചെവി കൂടെ പഴുപ്പ് വരുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിന്റെ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിവിയറായ തലവേദന വരുന്ന നിരവധി വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. വിവിധ നിലയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അടിപ്പിടൽ കൊണ്ടുള്ള സൗഖ്യം ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ടു വരികയാ. കർത്താവിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു. സോറിയാസിസുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പഠിക്കാൻ ജ്ഞാനമില്ലാത്ത കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമായി ജ്ഞാനം ദൈവം കൽപ്പിക്കണം. എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമായ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ കൃപയും അങ്ങ് കൊടുക്കണം. കടഭാരം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. കുടുംബ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാറ്റിലും കർത്താവിൽ സന്തോഷിപ്പാൻ ഓരോ മക്കളെയും ദൈവം ഇടയാക്കും. പ്രാർത്ഥന കടത്തിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഇതേ ചാനലിലൂടെ
നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ സർവശക്തനായ ദൈവം നിങ്ങളെ കാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം. ഐ ബ്ലസ് യു. ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0422220207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207 9447860207. Our website www.elohimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446115091 9526190198.